ഒരു മിനിസ്റ്റർ പറയുകയാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണെന്ന് ഓർത്തോണം, റെയിൻ റെയിൻ ഗോ അവേ ഗാനം കാരണമാണ് മഴ പെയ്യാത്തത്. അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ലിറ്റിൽ ജോണി വാണ്ട്സ് ടു പ്ലേ. അപ്പോൾ ലിറ്റിൽ ജോണി എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആളല്ല. അതുകൊണ്ട് ജോണിക്ക് കളിക്കാൻ മഴ ഇന്ന് പോയിരുത് നാളെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമോ എന്നാണ് ഒരു മന്ത്രി, അതും വിദ്യാഭ്യാസ മന്ത്രിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഇനിയിപ്പോൾ ഇത് പഠിക്കരുത് പിള്ളേർ. ഇത് പഠിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. മഴ പെയ്യാത്തതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞൻ. എൻ്റെ പേര് ഉപാധ്യായ വേണ്ടാണെന്ന് തോന്നുന്നു, എന്തുവാന്ന് ഞാൻ മറന്നുപോയി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണേ. ഇവരെന്ത് ഇങ്ങനെ ഈ ശാസ്ത്രജ്ഞരൊക്കെ എങ്ങനെ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതെന്ന് അപ്പടി കിട്ടാത്ത? ലോകത്തെവിടെ? പിന്നെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ കാണും, പാകിസ്ഥാനിലും കാണും കേട്ടോ ഇങ്ങനത്തെ ശാസ്ത്രജ്ഞന്മാർ. പക്ഷേ ഇവിടെ ഇച്ചിരി കൂടുതലാണ്, ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണവും കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. लिटिल जॉनी वांट्स टू प्ले, ये हमारी संस्कृति नहीं है. भले ही अंग्रेजी मेरा जॉनी खेलना चाहता है इसलिए ജോണി खेलना चाहते इसलिए बारिश नहीं हो रहे हैं हम. ഇതാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ഈ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം കൂടി വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്കിവിടെ. മഴ മാത്രമല്ല, പലതും ഇല്ലാണ്ടാവും. ഈ മണ്ടന്മാർ കാരണം ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവന്മാരൊക്കെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയേ. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാർ വിദ്യാഭ്യാസ മന്ത്രിയാകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമല്ലേ ശരിക്കും? അത് ഇങ്ങനത്തെ വിവരക്കേട് കൂടെ ആണെങ്കിൽ പിന്നെ പറയണോ? സംസ്കാരത്തിന് ചേരുന്നില്ല, അതുകൊണ്ട് മഴ പെയ്യുന്നില്ല. ഇങ്ങനെ പോയാൽ മിക്കവാറും ഇന്ത്യ 1-ാം നമ്പറാവും മണ്ടത്തരങ്ങളുടെ കാര്യത്തിൽ. ലോക മണ്ടന്മാർ 140 കോടി ജനമാണ് മണ്ടത്തരം പറഞ്ഞിറങ്ങിയിരിക്കുന്ന ലോകത്തിനെ നശിപ്പിക്കാനായിട്ട്.